ഗായ്സ്, അപ്പം മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുന്നു. ഞങ്ങളില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. കാരണം അവരവരുടെ കുറച്ച് പിള്ളേര് പഠിക്കുന്ന പിള്ളേര്. അപ്പം ഞങ്ങളുടെ യൂട്യൂബില് കുറച്ച് വീഡിയോ നേരത്തെ ഇട്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറേ മാസമായിട്ട് ഒന്നും ചെയ്തില്ല. അപ്പം ആൾക്കാരെല്ലാവരും ചോദിച്ചു, എന്താ 1 മില്യൺ അടിച്ചതിന്റെ ക്ഷീണത്തിൽ കിടന്നുറങ്ങിയതാണോ, അത് ഇപ്പം വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് ഇതായിപ്പോയി. കാരണം നോമ്പും വന്നു, അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേരെ പഠിക്കുന്നതിന്റെ ഇതായി. അപ്പം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളായി നടക്കുമായിരുന്നു. എന്തായാലും വിദ്യാഭ്യാസമല്ലേ പിള്ളേർക്ക് എല്ലാവർക്കും, അപ്പം എഡ്യൂക്കേഷൻ വേണ്ടേ. അപ്പം അതുകൊണ്ട് തന്നെ അവരങ്ങോട്ട് പോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഒരു പഠിപ്പിലേക്ക് പോട്ടെ. അല്ലെങ്കിൽ വീഡിയോ എടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ പിള്ളേരുടെ മനസ്സിൽ മൊത്തം അതായിരിക്കും. കുഞ്ഞു പിള്ളേരും കൂടെ ആയതുകൊണ്ട് അവർക്കൊന്നും അറിയത്തില്ലല്ലോ. അപ്പം അതായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇത് നയിക്കാമെന്നോർത്തു. ഇനിയിപ്പം ഈ വീഡിയോയിലൊക്കെ ഇനി വരാൻ പോകുന്ന വീഡിയോയിലൊക്കെ അവര് കാണാൻ സാധ്യതയില്ല. ചിലപ്പോങ്കിൽ ഞാൻ നടക്കാൻ സാധ്യതയില്ല. പിള്ളേർ പഠിക്കുന്ന പിള്ളേരായതുകൊണ്ട് പറ്റത്തില്ലെന്നാ തോന്നുന്നേ. നോക്കാം. അപ്പം ഒന്നും കൂടെ ഹലോ ഗായ്സ്. അപ്പം ഞങ്ങളുടെ മല്ലു ഗേൾസ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതെന്ന് തോന്നുന്നു. ഹാപ്പി ആയിട്ട് ഇരിക്കുക. സാഡായിട്ട് ഇരുന്നിട്ട് എന്നെ കിട്ടാൻ പോകുന്നു. നിങ്ങൾ ആ നടന്ന സങ്കടങ്ങളൊന്നും മാറാൻ പോകുന്നില്ല. നിങ്ങൾ സാഡായിട്ട് ഇരുന്നിട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പം ഹാപ്പി ആയിട്ടിരിക്കുക. കിട്ടുന്ന സമയം ഹാപ്പി ആയിട്ടിരിക്കുക. എന്തായാലും ഒരു ജീവിതമല്ലേ ഉള്ളൂ. ഗായ്സ്, ഉപദേശമാണെന്നൊന്നും തോന്നരുത്. ഞാൻ എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുക. നമ്മളെല്ലാവരും മരണത്തിനെ കുറിച്ച് ചിന്തിച്ചവരായിരിക്കാം ആണ്. പക്ഷെ നമ്മളെ അങ്ങനെ ചിന്തിപ്പിക്കാൻ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോയ ആൾക്കാരുടെ മുന്നിൽ നമ്മൾ ജീവിച്ച് കാണിക്കണം. അങ്ങനെ ജീവിക്കണം. അല്ലാതെ ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലും മരണം അതൊരു പ്രതിവിധിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതാ. ജീവിച്ച് കാണിച്ചു കൊടുക്കണോ, അതല്ലേ നല്ലത്. അപ്പം അധികം ലാഗ് അടിപ്പിക്കാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പൊ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോ. നല്ല ചിരിക്കാറുണ്ടായിരുന്നു. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കിടക്കാം. പട്ടി അയാളെ കടിക്കുന്നത്. ആ പട്ടി ഓട്ടോ വരും. കറക്റ്റ് കൂടെ നെക്സ്റ്റ് വീഡിയോ കിടക്കാം. എന്റെ പേര് നടന്നു വരും. അടിക്കുന്ന സ്റ്റൈലാണ് ചോദിച്ചത്. നല്ല കൃത്യമായിട്ടുണ്ടല്ലേ, ഭയങ്കര ടൈമിങ്. നല്ല കൃത്യമായിട്ട് ആ അടിയെല്ലാം കറക്റ്റ് ഉണ്ടു, അവിടെ ഇവിടെയും പോകാതെ. സ്ക്രിപ്റ്റഡ് ആന്ന് കണ്ടാലേ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാ. പണ്ട് വാട്സപ്പിലൊക്കെ ഗുഡ് നൈറ്റ് പറയുന്ന സ്റ്റാറ്റസ് ഇടുന്നത് രാത്രിയിൽ ഇതുപോലത്തെ ഉള്ള പ്രേതങ്ങളുടെ ഞാൻ കണ്ടിട്ടുള്ളത്.
പിന്നെ ഞങ്ങളുടെ ഇവിടെ ഒരു കൂട്ടൊരു സംഭവം നടന്നിട്ടുണ്ട്. ഈ പള്ളിയിൽ പ്രസംഗം നടക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് രാത്രിയിൽ ഇവിടെ റോഡിലൊക്കെ പിള്ളേർ ഇതുപോലെ നിൽക്കുമായിരുന്നു. ഈ തലയില് 2 പേര് കയറി നിന്നിട്ട് അതിന്റെ മണ്ടയിൽ പുതപ്പൊക്കെ ഇട്ട് ആൾക്കാർ വേണ്ടപ്പോഴത്തേക്കും അവരുടെ മുമ്പിൽ പേടിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ അതോടൊക്കെ സീനായി, നല്ല സീനായതാ കാര്യം. അപ്പൊ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയും കൊണ്ട് ഞാൻ നിർത്തുക. കാരണം എനിക്കറിയാം കുറേ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പം അത് ക്ഷമിക്കുക. ഇനിയുള്ള വീഡിയോയില് നല്ല രീതിയിൽ ചെയ്യാൻ നോക്കാം. അപ്പം നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അത് മാത്രമല്ല, ഇനിയിപ്പോൾ അടുത്ത വീഡിയോ എന്ന് വെച്ചാൽ ഈ അടുത്ത വീഡിയോ ഇടുന്നത് BTS ആർമിക്ക് വേണ്ടിയുള്ളതാണ്. അപ്പം നിങ്ങളൊരു BTS ആർമി ആണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയർ ചെയ്ത് കമൻറ്റ് കൊടുക്കുക. ഗൈസ്, നിങ്ങളൊരു BTS ആർമി ആണെങ്കിൽ BTSൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളുടെ പേര് കമൻറ്റ് ചെയ്യുക. എല്ലാവരെയും ഇഷ്ടമാണെന്ന്, ആ 7 ബോയ്സും പ്രിയപ്പെട്ടവരാണെന്ന് അറിയാം. എന്നാലും നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടെന്ന് തോന്നുന്നല്ലേ, ഏറ്റവും ഇഷ്ടമുള്ള ഒരാളുടെ പേര് കമൻറ്റ് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ ഒന്നും കൂടെ പറയുക, ക്ഷമിക്കുക. കുറേ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഇനി വരുന്ന നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടെങ്കിൽ മാത്രമേ എനിക്കിത് ഒന്നും കൂടെ മുന്നോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. വേറെ സങ്കടങ്ങളുടെ ഒന്നും പ്രശ്നമില്ല. നമുക്ക് എല്ലാവർക്കും സങ്കടങ്ങളുണ്ട്, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. അതിനെ തരണം ചെയ്താൽ മാത്രമല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതിനെ തരണം ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കുക. കാരണം നിങ്ങളെ സാഡാക്കി വെക്കുന്നവരിപ്പം സന്തോഷമായിട്ട് ഇരിക്കുന്നത്. അപ്പം അത് ഓർത്താൽ മാത്രം മതി. ഓക്കെ, അപ്പം ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, അടുത്തൊരു വീഡിയോയിലേക്ക് നമുക്ക് വേറൊരു ദിവസം കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.